ഹായ്. അമ്മാനുള്ളപുത്രം ലക്ഷദ്വീപുകാരനാണ്. വോയേജ് ലക്ഷദ്വീപിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ലക്ഷദ്വീപിലേക്ക് വൻകരയിൽ നിന്നും വരുന്ന ഒരു ഷിപ്പ്. അതിൽ നിന്നും യാത്രക്കാർ നാട്ടിലേക്ക് എങ്ങനെയാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റേ മൺസൂൺസിൽ കടൽ ഭയങ്കര ഉറപ്പായിരിക്കും. നല്ല മഴയും കാറ്റും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ സാഹസികമായിട്ട് വരുന്ന ബോട്ടും കപ്പലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൺസൂൺ എന്നാൽ ഓരോ ദ്വീപുകാരൻ്റെയും മനസ്സിൽ ഓടിയെത്തുന്നത് നല്ല മഴയും കാറ്റും കടലും ഒക്കെയാണ്. കാറ്റ് കൂടുന്നതിനനുസരിച്ച് കടൽ രോഷാകുലനാവുന്നു എന്ന സത്യം നമുക്കറിയാവുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ളൊരു ദിവസം കപ്പൽ ആന്ത്രോത്തിലേക്ക് എത്തിയാൽ ആന്ത്രോത്ത് ദ്വീപിലെ യാത്രക്കാർ നാട്ടിലേക്ക് ഇറങ്ങുന്ന വളരെ സാഹസികമായ കാഴ്ചയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. കടലിൻ്റെ താളത്തിനും മോളത്തിനും അനുസരിച്ച് MV കോറൽ എന്ന കപ്പൽ ആടിയുലഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് അടുക്കുകയാണ്. കപ്പലിൽ നിന്നും ആളെ ഇറക്കാനുള്ള ബോട്ട് വാർഫിൽ നിന്നും കപ്പലിനെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. കടൽ അതിൻ്റെ രൗദ്രഭാവത്തിൽ തന്നെ കപ്പലിനെയും ബോട്ടിനെയും ആടിയുലച്ചുകൊണ്ടേയിരുന്നു. ഈ കപ്പലിനകത്തുള്ളത് മുഴുവനും യാത്രക്കാരും പിന്നെ ആന്ത്രോത്തിലേക്കുള്ള കുറച്ച് കാർഗോയുമാണ്. യാത്രക്കാരിൽ 80% പേരും ചികിത്സ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്നവരും. MV കോറൽ കപ്പലും അതേപോലെ തന്നെ MV ലഗൂൺ കപ്പലുമൊക്കെ ആന്ത്രോത്ത് ദ്വീപിലെ വാർഫിലേക്ക് അടുക്കുന്ന കപ്പലുകളാണ്. എന്നാലും മൺസൂണിൽ ചില സമയങ്ങളിൽ കാറ്റും കടലും അധികരിക്കുകയാണെങ്കിൽ കപ്പലിന് കടക്കാൻ പ്രയാസമാവുന്നു. കപ്പൽ വാർഫിലേക്ക് ബർത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലക്ഷദ്വീപിലെ ഏറ്റവും സുരക്ഷിതമായി യാത്രക്കാർക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു നാടാണ് ആന്ത്രോത്ത്. അതേപോലെ തന്നെ വാർഫിലേക്ക് ബർത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏറ്റവും സാഹസികമായി ഇറങ്ങുന്ന ഒരു നാടും കൂടിയാണ് ആന്ത്രോത്ത് ദ്വീപ്. കടൽ രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയാണ് കപ്പലും ബോട്ടും അടുത്തുണ്ടാവുന്ന സമയം. ബോട്ട് കപ്പലിലേക്ക് അടുക്കുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കടലിൻ്റെ ഒഴുക്ക് ബോട്ട് കപ്പലിൽ തട്ടി തകരാറാവാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് കപ്പലിൽ നിന്നും ബോട്ടിലേക്ക് ഇറങ്ങാനും ബോട്ടിൽ നിന്നും കപ്പലിലേക്ക് കയറാനുമുള്ള ആ ഒരു അവസ്ഥയാണ്. ബോട്ട് ആടിയുലഞ്ഞുകൊണ്ട് കപ്പലിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് വളരെയധികം അപകട സാധ്യതകൾ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിലും ആദിയാണ്. ഈ യാത്രക്കാരെ സ്വീകരിക്കുന്നതിന് വേണ്ടി കപ്പലിൻ്റെ വാതിൽ തുറക്കുന്നതിലൂടെ കൂറ്റൻ തിരമാലകൾ വരികയാണെങ്കിൽ കപ്പലിനകത്തേക്ക് കടൽ വെള്ളം ഇടിച്ചു കയറാനുള്ള സാധ്യതയും ഏറെയാണ്. ലേശമെങ്കിലും തിരമാലകൾ കുറവുള്ള സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ കപ്പൽ നെങ്കൂരമിട്ട് ബോട്ടിലേക്ക് ആളെ ഇറക്കാൻ വേണ്ടിയാണ് കപ്പൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. വാർഫിൻ്റെ നേരെ അപ്പുറം വരെ കപ്പൽ വന്നു നോക്കി. എന്നാലും ശക്തമായ തിരമാലകൾ കാരണം കപ്പൽ അവിടെ നെങ്കൂരമിടാൻ സാധിച്ചിട്ടില്ല. കപ്പലിലുള്ള ബന്ധുക്കളെ സ്വീകരിക്കാൻ വേണ്ടി നാട്ടുകാർ പലരും വാർഫിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്നു. നെങ്കൂരമിടാനുള്ള ശ്രമം വിഫലമായതിനാൽ കപ്പൽ മടങ്ങി. കാറ്റ് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വീശിക്കൊണ്ടിരിക്കുന്നു. യാത്രക്കാർക്കായി ലൈഫ് ജാക്കറ്റുകൾ ബോട്ടിൽ നിറക്കുകയാണ്. തൊട്ടുമുമ്പത്തെ ദിവസം വൈകുന്നേരം വന്ന കപ്പൽ കടൽ ശക്തമായതിനെ തുടർന്ന് പാസഞ്ചേഴ്സിനെ ഇറക്കാൻ സാധിക്കാത്തതിനാൽ പിറ്റേ ദിവസം രാവിലെയാണ് ഈ ശ്രമം നടക്കുന്നത്. മൺസൂൺ സമയങ്ങളിൽ കൂടുതലായും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് കാറ്റ് വീശുക. അതുകൊണ്ട് തന്നെ ആന്ത്രോത്ത് ദ്വീപിൻ്റെ കിടപ്പനുസരിച്ച് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് നാട് നിലനിൽക്കുന്നത്. ആയതിനാൽ പടിഞ്ഞാറ് നിന്നും വരുന്ന കാറ്റ് നാട് തടുത്ത് നിർത്തിയിട്ട് കിഴക്ക് ഭാഗത്ത് കുറച്ച് ശമനം കിട്ടും എന്നുള്ളത് ഒരു സത്യമാണ്. നാടിൻ്റെ കിഴക്ക് ഭാഗത്ത് കാറ്റിന് ശമനം കിട്ടുന്നത് കൊണ്ട് തന്നെ കടലും ശാന്തമാവും. ഈ ഒരു അവസരത്തിൽ പാസഞ്ചേഴ്സിനെ ഇറക്കാൻ ലേശമെങ്കിലും സേഫായ ഒരു സ്ഥലം അത് തന്നെയാണ്. അതുകൊണ്ട് കപ്പൽ നാടിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി.
കാറ്റും കടലും തിരമാലയും കണ്ട് മനസ്സിൽ ആദിയോടെ യാത്രക്കാരെ സ്വീകരിക്കാനായി വന്ന ബന്ധുക്കൾ അങ്ങിങ്ങായുണ്ട്. ബന്ധുക്കളുടെ മനസ്സിലെ ആദി കൂടുന്നു. മേഘങ്ങൾ കറുത്തിരുണ്ട് നിഴലിച്ചു നിൽക്കുകയാണ്. ശക്തമായ കാറ്റും മഴയ്ക്കും സാധ്യതയേറുകയാണ്. ശ്വാസമടക്കി പിടിച്ച് യാത്രക്കാരായി വരുന്ന ബന്ധുക്കളെ സ്വീകരിക്കാൻ വേണ്ടി നാട്ടുകാർ നിൽക്കുകയാണ്. നേരത്തെ കണ്ട് കാർമേഘം തൻ്റെ ദൗത്യം കൃത്യമായി ചെയ്തു തുടങ്ങി. ശക്തമായ മഴ. മഴയത്ത് നിന്നും അങ്ങകലെ ബോട്ട് വരുന്നതായി കാണുന്നു. ശക്തമായ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് ബോട്ട് ആടി ഉലഞ്ഞുകൊണ്ട് നാടിനെ ലക്ഷ്യമാക്കി വരുന്ന കാഴ്ച ഞങ്ങൾ കരയിൽ നിന്നും കാണുകയാണ്. എല്ലാവരുടെയും ഹൃദയം മിടിപ്പ് ഉയരുകയാണ്. ഞങ്ങളുടെ ബന്ധുക്കളെയും കൊണ്ടുവരുന്ന ബോട്ട് തിരമാലകളുടെ താളത്തിനനുസരിച്ച് പൊങ്ങുന്നതും താഴുന്നതും നോക്കി നിസ്സഹായരായി നിൽക്കലല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. മഴയുടെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കുന്നു. തുറന്ന ബോട്ടിൽ ഒരു തടസ്സവുമില്ലാതെ മഴ യാത്രക്കാർക്ക് മേലെ പതിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശക്തമായ തിരമാലകൾ ബോട്ടിൽ തട്ടി കടൽ തിരയും യാത്രക്കാരെ കഴുകിക്കൊണ്ടിരിക്കുന്നു. തിരമാലയുടെ പൊക്കത്തിനും താഴ്ചയ്ക്കും അനുസരിച്ച് അതിലുള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. സുരക്ഷിതമായി ഞങ്ങളെ നാട്ടിലേക്ക് എത്തിക്കണമേ. അതേപോലെ തന്നെ കരയിൽ നിന്നും അവരുടെ ബന്ധുക്കളും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കളെ സുരക്ഷിതമായി ഞങ്ങളിലേക്ക് എത്തിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഈയൊരു യാത്ര പേടിയാണെങ്കിൽ ലക്ഷദ്വീപിലെ ചെറുപ്പക്കാർക്ക് ഇതൊരു ഹരമാണ്. മഴ ലേശം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബോട്ട് നാടിനോട് അടുത്തു തുടങ്ങിയിട്ടുണ്ട്. മനസ്സിൽ ലേശം സമാധാനം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും തിരയുടെ ശക്തി ഇതുവരെ കുറഞ്ഞിട്ടില്ല. യാത്രക്കാരെല്ലാവരും ആകെ നനഞ്ഞു കുളിച്ച് അവശരായിരിക്കുന്നു. ശക്തമായ തിരമാലകളിലെല്ലാം ആടിയുലഞ്ഞുകൊണ്ട് അവസാനം ബോട്ട് വാർഫിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ആന്ത്രോത്ത് ദ്വീപിലുള്ള വാർഫ് ബ്രേക്ക് വാട്ടറാണ്. പുറത്തുനിന്നും വരുന്ന അതിശക്തമായ തിരമാലകളെ തടഞ്ഞു നിർത്തലാണ് ബ്രേക്ക് വാട്ടർ. അതുകൊണ്ട് തന്നെ ബ്രേക്ക് വാട്ടറിനകത്ത് കടൽ തിരകൾ എത്താറില്ല. വളരെ ശാന്തമായ കടലായിരിക്കും. അങ്ങനെ യാത്രക്കാരെല്ലാവർക്കും ആശ്വാസമായി, കണ്ടുനിന്ന ബന്ധുക്കൾക്കും ആശ്വാസമായി. സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിച്ചതിന് ദൈവത്തോടുള്ള നന്ദി എല്ലാവരുടെയും മനസ്സിലും ഉണ്ടായിരിക്കും. ബോട്ട് വാർഫിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിയതിനാൽ നാഥനോടുള്ള നന്ദി അവരുടെ മുഖത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ബോട്ടിൽ നിന്നും യാത്രക്കാർ വാർഫിലേക്ക് ഇറങ്ങുകയാണ്. യാത്രക്കാരും അവരുടെ ലഗേജുകളും സുരക്ഷിതമായി വാർഫിലേക്ക് ഇറക്കുകയാണ്. നാടിനെയും നാട്ടുകാരെയും കണ്ടതിൻ്റെ സന്തോഷം അവരുടെ മുഖത്തിൽ ചിരിയായി നിഴലിക്കുകയാണ്. അതിനിടയിൽ ബോട്ടിൽ നിന്നും കടലിൽ വീണ ഒരാൾ. ഭാഗ്യത്തിന് നീന്താൻ അറിയാവുന്നവരായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ജാക്കറ്റുമുണ്ട്, അവർ നീന്തി രക്ഷപ്പെട്ടുകൊള്ളും. ഇനി നീന്താൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നീന്താൻ അറിയുള്ള ചങ്കുറപ്പുള്ള ദ്വീപുകാർ ഉള്ളിടത്തോളം കാലം ആര് കടലിൽ വീണാലും ചാടി രക്ഷിക്കും.